ഫ്രണ്ട്സ്, ഞാൻ ഇത്രയും ടെൻഷനായൊരു ദിവസം ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു പശുവിൻ്റെ മൂക്കിൻ്റെ അവിടെ ഒരു മുറിവായിട്ടുണ്ട്. അതിൽ പുഴു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ മുതൽ ഈ ഒരു മരുന്ന് കൊണ്ടുവന്ന് അടിച്ചെടുത്തപ്പോൾ പുഴുക്കൾ ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷെ അതിലൊരുത്തൻ ഇന്നും അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ അടുത്ത് പോയപ്പോൾ അവിടെ പേഷ്യൻസ് കുറച്ച് കൂടുതലാണ്. പട്ടി, പൂച്ച, നായ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് തന്നെ ഡോക്ടർക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഒരു ഓയിൻമെൻറ്റ് കൊടുത്തു വച്ചിട്ടുണ്ട്. ആദ്യം എൻ്റെ മുറിവ് കഴുകാനുള്ള ഒരു മരുന്ന് അതും. അപ്പോൾ അതൊക്കെ വെച്ച് കഴുകിയിട്ടും അതിൽ ഉള്ളിലുള്ള ഒരുത്തം പുറത്ത് ചാടിക്കില്ല. ആ പുഷ്കരം ഒന്നുകൊണ്ട് പുറത്ത് ചാടിക്കിട്ടാൻ ഞാൻ മണിക്കൂറായിട്ട് ഞാനിവിടെ കാവലിരിക്കുകയാണ്. പശുക്കുട്ടൻ തന്നെ നിന്ന് കാല് കഴിച്ചപ്പോൾ അതും കിടന്നു. അപ്പോൾ എന്താ പറയുക, ഇത്രയും ടെൻഷൻ ഒരു ദിവസം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ആ ഒരു പുഴു ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഓയിൻമെൻറ്റ് വെച്ച് കെട്ടായിരുന്നു. പക്ഷെ അത് കെട്ടിയിട്ട് കാര്യമില്ല, അത് നാവ് വെച്ച് നക്കും. അപ്പോൾ എങ്ങനെയായാലും മുറിവ് ഉണങ്ങാനുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നേരം ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും. ആ ഒരു പുഷ്കരണം അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, അതിന് ഞാൻ ഈ ചവിട്ടി അരച്ച് ഞാൻ കൊല്ലും. അത്രയ്ക്ക് ദേഷ്യമാണ്. കാരണം അത്രയും മണിക്കൂറായി ഞാൻ ഈ പശുവിൻ്റെ അടുത്ത് നിൽക്കുന്നത്. അതിലേറെ വേദന ഉണ്ടാവില്ലേ ഈ പുഴു അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ. ആ ഒന്ന് മാത്രം അങ്ങോട്ട് പോരാനുള്ളൂ, ബാക്കിയൊക്കെ പോന്നു കഴിഞ്ഞു. അപ്പോൾ കുറേ നേരമായി ഞാനിതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതിനത്രത്തോളം വേദന അതിനുണ്ട്.